ചങ്ങായി കുറേ സാധനങ്ങൾ കളയുമ്പോൾ അപ്പോൾ ഓന് കിട്ടിയ ഒരുപാട് സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമല്ല വേറെയും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മൊത്തം പൊടി പിടിച്ചിട്ടുള്ള. അപ്പോൾ ഈ രണ്ട്, അതായത് കിട്ടിയത് മൊത്തം ഹോം തിയേറ്ററിൻ്റെയും അതേപോലെ പഴയ ഡക്റ്റിൻ്റെ ഒക്കെ സ്പീക്കറാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം. അപ്പോൾ ഇത് പാനാസോണിക്കിൻ്റെയാണ്, മറ്റേ DVD-ൻ്റെ സബ്ബായിട്ട് വരുന്ന സ്പീക്കർ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. ആ സ്പീക്കറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ വണ്ടിക്ക് കൊടുക്കുന്ന ആ ഒരു മാഗ്നറ്റ് ഇല്ലാത്ത ആ ഒരു സ്പീക്കർ, അതായത് ഇത് മുന്നേ ക്രിയേറ്റീവിൻ്റെ സ്പീക്കറായിട്ട് ഉണ്ടായതിനും, ക്രിയേറ്റീവ് ഹോം തിയേറ്ററിൻ്റെ സബ്ബായിട്ട് ചെറിയ സ്പീക്കർ വരുന്ന സെപ്പറേറ്റ് സ്പീക്കറിന് എടുത്തതാണ്. അത് മൊത്തം പോയിട്ടായത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കേസ് നൂരിയിട്ട് ഇതിൽ വെച്ചതാണ്. ഫെവി ബോണ്ടൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സ്പീക്കർ ഞാൻ കാണിച്ചുതരാം. ഈ പാനാസോണിക്കിൻ്റെ ഉള്ളിലുള്ള ഒറിജിനൽ സ്പീക്കർ ഞാൻ കാണിച്ചുതരാം. ഇതാണ് പാനാസോണിക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഒറിജിനൽ സ്പീക്കർ. ഇവിടെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് വണ്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്കി വെച്ച സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചതായിരുന്നു. അതായത് ഇവിടെ ഓഡിയോ ആംപ്ലിഫയർ 40 ഉറുപ്പ്യേൻ്റെ ഓഡിയോ ആംപ്ലിഫയർ, വലിയ ബാസൊന്നും കിട്ടില്ല, എന്നാലും നമുക്ക് കൊടുക്കാം 5 വോൾട്ടിൻ്റെ. അതേപോലെ തന്നെ ഇവിടെ വെച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ, ഇതിന് 60 ഉറുപ്പ്യ വരുന്നത്. അപ്പോൾ ഇത് രണ്ട് സംഭവം എന്ന് വെച്ചാൽ 5 വോൾട്ടാണ്, അതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് സർക്യൂട്ട്, അതായത് സൂപ്പറിൻ്റെ ചാർജിങ് സർക്യൂട്ടാണ് ഇതിൽ കൊടുത്തത്. അത് 12 വോൾട്ട് 5 വോൾട്ട് ആക്കുന്ന ചാർജിങ് സർക്യൂട്ട് ഇവിടെ ഫെവി ബോണ്ടൊക്കെ ഒട്ടിച്ചിട്ട് വെച്ചിന്. അപ്പോൾ സംഭവം ഈ ഒരു സ്പീക്കർ വെച്ചാൽ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്താക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്പീക്കറിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ ആ ഒരു ഗുമ്മൊന്നും കിട്ടില്ല. ഇതേപോലത്തെ ഒരുപാട് സാധനം ഉണ്ടായിന്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് ഈ സ്പീക്കർ ഫിറ്റ് ചെയ്യണം. അതുവരെ ഇത് നമ്മൾ എടുത്ത് വെക്കണം. പിന്നെ ഈ ഐബെല്ലിൻ്റെ ഒരു സാധനമുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് മോണോയിൽ വർക്കാകുന്നില്ല. പണ്ടൊക്കെയുള്ള ബ്ലൂടൂത്ത് ഈ ഒരു ഓഡിയോ റിസീവറിന് മോണോയിൽ 2 സ്റ്റീരിയോ എഫക്റ്റ് കിട്ടുന്നുണ്ടായിന്. പക്ഷേ പുതിയ സ്പീക്കറിന്, പുതിയ ബോർഡിന് കിട്ടുന്നില്ല. പണ്ടത്തെ ബോർഡിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അത് 2-3 കൊല്ലം മുന്നേ മേടിച്ച ബോർഡാണ്, അതിൻ്റെ അകത്തേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ സ്റ്റീരിയോ ഇപ്പോൾ മോണോയിലാണ് കൊടുത്തത്, റൈറ്റിലേക്കാണ് കൊടുത്തത്. ഇനി ലെഫ്റ്റിലേക്കും കൂടിയുള്ള കണക്ഷൻ ഈ ഒരു സ്പീക്കറിനും കൂടി കൊടുത്തിട്ട് നമ്മളിതൊരു സ്റ്റീരിയോ ബ്ലൂടൂത്ത് സ്പീക്കറാക്കും. അപ്പോൾ 12 വോൾട്ടിൻ്റെ സപ്ലൈ ആണ് ഇതാണ് ഇവിടെ വരുന്നത്. ആ ഒരു സപ്ലൈയും കൂടി കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കും. അപ്പോൾ തൽക്കാലത്തേക്കുള്ള വർക്കാണ്. വെറുതെ ഇനിയിപ്പോൾ ഈ ബോർഡും കാര്യങ്ങളൊന്നും കളയാൻ കഴിയില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല സ്പീക്കറാണ്. ഇത് മാഗ്നറ്റ് വരുന്നില്ല, അതാണ് ഇതിൻ്റെ ഗുണം. ഇനി ബാക്കിൽ മാഗ്നറ്റ് ഇല്ല, പക്ഷേ ഇതിന് പക്കാൻ നല്ല അടിപൊളി മാഗ്നറ്റും ഉണ്ട്. നല്ല ക്വാളിറ്റി സ്പീക്കറാണ്. ഇത് രണ്ടും ഒരേ സൈസ് സ്പീക്കർ കിട്ടിയിട്ട് നല്ല വൃത്തി ഉണ്ടാവില്ല. പക്ഷേ ഇതൊന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കുള്ള വർക്കാണ്, ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്കാണ്. 12 വോൾട്ട് അഡാപ്റ്ററിൽ പ്രവർത്തിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് 5 വോൾട്ടിന് കൊടുക്കാം. പക്ഷേ സ്പീക്കറിൻ്റെ ആ ഒരു വാട്ട്സ് വെച്ച് നോക്കുമ്പോൾ ചില ടൈമിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബോർഡാണ് വെച്ചത്, ചെറിയ ബോർഡാണ് വെച്ചത്. അത് 12 വോൾട്ടിൻ്റെ ബോർഡ് തന്നെ വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ 12 വോൾട്ടിൻ്റെ ബോർഡ് പോയി 90 ഉറുപ്പ്യുള്ള നമ്മളിപ്പോൾ അധികം ചിലവഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം പഴയ ഐറ്റംസാണ്. അതിലാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് ചുരുക്കിയിട്ടാക്കണം. പക്ഷേ ക്വാളിറ്റി കുറയും. നല്ല അത്യാവശ്യം നല്ല എന്താ പറയേണ്ടത്, നമുക്കൊരു മിനിമം